അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മളിന്ന് വന്നിരിക്കുന്നത് അങ്ങ് ഹോളിവുഡിൽ നിന്ന് നമുക്കൊരു സിനിമ വന്നിരുന്നു, സൂപ്പർ ഗൺ. അത് DC വീണ്ടും ജെയിംസ് ഗൺ DC ഏറ്റെടുത്തതിന് ശേഷം വരുന്ന രണ്ടാം സിനിമയാണ് സൂപ്പർ ഗൺ. ഇതിൽ മില്ലി എലോക്ക് എന്ന് പറഞ്ഞ ആക്ട്രസ് ആണ് നമ്മുടെ ഹൗസ് ഓഫ് ദി ഡ്രാഗണിൽ റെയ്ന ടർഗറിനായിട്ടൊക്കെ അഭിനയിച്ചിരിക്കുന്നത്. റെയ്ന ടർഗറിനായിട്ട് ചെറുപ്പമായിട്ട് അഭിനയിച്ചിരിക്കുന്നത് മില്ലി എലോക്കാണ് ഇതിൽ മെയിൻ ക്യാരക്ടർ ചെയ്യുന്നത്, സൂപ്പർ ഗേളായിട്ട് ചെയ്യുന്നത്. പുള്ളിക്കാരി നമ്മുടെ സൂപ്പർമാനിൽ ഒരു ക്യാമിയോ റോൾ ഉണ്ടായിരുന്നു. അത് എനിക്ക് തോന്നുന്നു പോസ്റ്റ് ക്രെഡിറ്റ് സീനോ അങ്ങനെ അല്ല, ലാസ്റ്റ് എന്തോ വന്നിട്ട് പട്ടി പിടിച്ചിട്ട് അതെ അങ്ങനെ ഒരു സീൻ ഉണ്ടാകും, പോസ്റ്റ് ക്രെഡിറ്റ് സീൻ ആയിരുന്നു തോന്നുന്നു. സോ അപ്പോൾ പുള്ളിക്കാരി മെയിൻ ക്യാരക്ടറായി നടക്കുന്ന പടമാണ് സൂപ്പർ ഗേൾ. ആ സിനിമ കണ്ടിട്ട് വന്നിരിക്കുകയാണ് ഞങ്ങൾ. എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ നിർവികാരതയായിരുന്നു. എനിക്ക് ഭയങ്കര നിർവികാരതയായിരുന്നു. ഒരു സൂപ്പർ ഹീറോ പടം, പ്രത്യേകിച്ച് വലിയ ഫീലുകളൊന്നും തരാത്ത. എനിക്ക് ആക്ച്വലി കുറച്ചധികം സമയം ഉറക്കം വന്നായിരുന്നു. ഞാൻ വിചാരിച്ചു ഉറങ്ങിയാലോ എന്ന് ഞാൻ ചിന്തിച്ചു. അപ്പോൾ പക്ഷേ എന്നാൽ എൻ്റെ മനസ്സ് സമ്മതിച്ചില്ല. 3D ആണ് നമ്മൾ കാണുന്നത്. 3D തെറ്റില്ലായിരുന്നു. നല്ല 3D ക്ലാസ്സും നല്ല പ്രൊജക്റ്റും ഉണ്ടായിരുന്നുകൊണ്ട് തെറ്റില്ലായിരുന്നു. ഇത് നമ്മൾ ആലപ്പുഴ കാണുവാണെങ്കിൽ നമുക്ക് ഇതൊന്നും അല്ല കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അത് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് ഒരു ഭേദപ്പെട്ട 3D. അപ്പോൾ ഞാനിങ്ങനെ 3D ആണല്ലോ, ഏതായാലും ഗ്ലാസ്സൊക്കെ വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്, ഉറങ്ങണ്ട, കണ്ടു നിർത്തേക്കാം എന്നുള്ള മൈൻഡ് സെറ്റ്. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉറക്കം വന്നു. എസ്പെഷ്യലി സെക്കൻഡ് ഹാഫിലൊക്കെ കുറച്ച് സമയത്ത് എനിക്ക് അധികം, ഇനിഷ്യലി കുറച്ചധികം സൂപ്പർ ഗേൾ വരെ ഉറങ്ങിപ്പോയി. സൂപ്പർ ഗേളിൽ വയ്യ, അങ്ങനത്തെ അവസ്ഥയായിരുന്നു. വയ്യ ഇൻ ദ സെൻസ് പുള്ളിക്കാരി ഭയങ്കര, അതായത് ജെയിംസ് ഗണ്ണിന്റെ DC വയ്യ യൂണിവേഴ്സില് ഒരു സൂപ്പർ ഹീറോ. അത് കഴിഞ്ഞ സൂപ്പർമാനിൽ ഇതുപോലെ എനിക്ക് ഡീസന്റ് മൂവി ആയിട്ട് തോന്നി. അത് പുതിയൊരു വഴിക്കാണ് ഇവർ പോകുന്നതെന്ന് മനസ്സിലായി. പക്ഷേ എന്തോ ഇത് എസ്റ്റാബ്ലിഷ് ആയി വരാൻ ടൈം എടുക്കുമെന്ന് തോന്നുന്നു. കാരണം ഇവർ വളരെ ശ്രദ്ധിച്ചാണ് കാല് വെക്കുന്നത്. ഇത് ഇവർക്ക് ഇഷ്ടപ്പെടുവോ, DC ഫാൻസിനെ ഇത് ഇവർക്ക് ഇഷ്ടപ്പെടുമോ, കാരണം ഇവര് വേറെ എന്തോ ഡയറക്ഷനിലാണ് പോകുന്നത്. പക്ഷെ അത് എന്താന്ന് ഇത് ക്ലാരിറ്റി സ്റ്റാർ വാർസ് വൈബിലാണ്. സ്റ്റാർ വാർസിന്റെ അതിന്റെ ഒരു മറ്റേ പല പ്ലാനറ്റ്സ് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ട് പോകുന്നു. അതിന്റെ ഒരു വിഷ്വൽ പാലറ്റ് കുറച്ച് സ്റ്റാർ വാർസ് പുതിയ ഒരുപാട് ഏലിയൻസ് അല്ല, ഒരുപാട് ക്യാരക്ടേഴ്സ് അവരെല്ലാവരും ഏലിയൻസ് എന്ന് വിളിക്കാൻ പറ്റത്തില്ല എന്ന രീതിക്കുള്ള പ്രസന്റേഷനും കാര്യങ്ങളൊക്കെ ഞാൻ ഒരു സ്റ്റാർ വാർസ് ടൈപ്പ് പഠിച്ചായിരുന്നു. അത് ആക്ച്വലി എനിക്കിത് കാണുമ്പോൾ മൊത്തം എനിക്ക് പുള്ളിയുടെ മറ്റേ ഗാർഡിയൻസ് ഓഫ് ദി ഗാലക്സി ഓർമ്മ വരുന്നത്. അതിന്റെ ഒരു അത്രയും കളർഫുൾ അല്ല, അതിനെ കുറച്ച് ഡാർക്ക് ആക്കി. എന്നാൽ അതിൽ ആ ക്യാരക്ടേഴ്സിനെ പോലെ കുറെ അധികം ക്യാരക്ടേഴ്സ് ഉള്ള ഒരു ഫൺ പടമായിട്ടാണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. പിന്നെ എനിക്ക് ഏറ്റവും വലിയ പോസിറ്റീവ് പുള്ളിക്കാരത്തി തന്നെയാണ്. പുള്ളിക്കാരത്തെ സ്ക്രീനിൽ വരുമ്പോൾ കണ്ടുകൊണ്ടിരിക്കാൻ പുള്ളിക്കാരത്തി എന്ത് ചെയ്യുന്നു, ആ ക്യാരക്ടറിനൊരു എന്താ പറയാ, ഒരു ഓർഡർ അല്ല. നമ്മൾ കണ്ട് ശീലിച്ചൊരു മറ്റേ എന്തായിരുന്നു, ഹാൻകോക്ക് അല്ലേ, ഒരു ഈ സൂപ്പർ ഹീറോ അങ്ങനെ വെള്ളമടിച്ചിങ്ങനെ മടി പിടിച്ച്. എനിക്ക് ആ പടം കണ്ടപ്പോ ഇതൊരു വെറൈറ്റി ചിന്തയുള്ളൊരു സൂപ്പർ ഹീറോ പടമാണെന്ന് തോന്നിയത്. പിന്നെ അത് വേറെ വഴിക്കൊക്കെ പോയി. എന്നാലും സൂപ്പർ ഹീറോ എന്ന് ദൈവങ്ങളുടെ വേറെ ലൈനാ പിന്നെ പടം. അപ്പൊ ഇതും ഒരു വേറൊരു വൈബിലാണ് പടം സെറ്റ് ചെയ്തേക്കുന്നത്. ഭയങ്കര സ്ലോ പേസിലാണ്. അപ്പം ഇങ്ങനെ അടുക്കി വെക്കുവാണെങ്കിൽ സൂപ്പർ ഹീറോ പടങ്ങൾ എനിക്ക് ജനറിക് പടമാണെങ്കിലും പ്രസന്റേഷനിലും കാര്യങ്ങളിലും ഒക്കെ ഒരു വേറൊരു സംഭവം പിടിക്കാം എന്നൊരു ശ്രമമുണ്ട്. പക്ഷെ ഈ പിടിച്ചതൊക്കെ അങ്ങനെ 100% വർക്കായെന്ന് ചോദിച്ചാൽ ഇമ്പാക്ട് ഉള്ള സീക്വൻസുകളൊന്നും ഇല്ല. പിന്നെ ഇതൊരു ഫില്ലർ പടം പോലെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അതായത് നമ്മളിങ്ങനെ അടുത്ത പടം വരുമ്പോൾ അടിപൊളിയാവും കണ്ടുകിട്ടും. അതിപ്പോ ഇപ്പം മാർവൽ ചെയ്യുന്ന പടങ്ങൾ പോലെ, അതായത് വേറെ ഏതോ പടത്തിന്റെ അറ്റത്തുനിന്ന് തുടങ്ങിയിട്ട് ഇതിനൊരറ്റമില്ല, ഇതിന്റെ അറ്റം അടുത്ത പടത്തിൽ വരും. അതായത് ഇപ്പൊ അവഞ്ചേഴ്സ് ഡൂംസ്ഡേ വരുന്നുണ്ടല്ലോ, ആ ഡൂംസ്ഡേയുടെ ഇടയ്ക്ക് ഫില്ല് ചെയ്യാനുള്ള പടങ്ങൾ എന്ന് പറഞ്ഞ രീതിയിൽ കുറച്ചധികം പടങ്ങൾ വന്നല്ലോ, അതേപോലത്തെ അവസ്ഥ. ആ ഒരു ഫീൽ ഉണ്ടായിരുന്നു. അപ്പം എനിക്ക് സൂപ്പർമാൻ കണ്ടപ്പോലും ഒരു പുതിയ യൂണിവേഴ്സ് സ്റ്റാർട്ട് ചെയ്ത ഫീൽ ഇല്ലായിരുന്നു. നമ്മൾ ഒരു സൂപ്പർമാൻ ഉണ്ട്, എന്നിട്ട് ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ട്. അതിനകത്ത് കുറെ സാധനം ഞാൻ എൻജോയ് ചെയ്തു, കുറെയൊക്കെ എന്താണ് ഇങ്ങനെയെന്ന് തോന്നി. പക്ഷെ അത്രയും പോലൊരു വലുപ്പം ഈ സിനിമയ്ക്ക് തോന്നിയില്ല. എനിക്ക് ആ സിനിമയുടെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് എലിമെന്റ് അതിന്റെ സിനിമോട്ടോഗ്രാഫി, ഈ വൈഡ് ലെൻസ് യൂസ് ചെയ്തുകൊണ്ട് ആ പ്രസന്റേഷൻ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി. സൂപ്പർമാനിൽ ഇതിനു മുമ്പ് വന്നതിന് ഭയങ്കര വ്യത്യാസം. കാരണം നമ്മൾ അതിന്റെ ആംഗിൾ, എസ്പെഷ്യലി അതിന്റെ ആ ചോയ്സ് ഉണ്ടല്ലോ, ഇന്ന ലെൻസ് യൂസ് ചെയ്യാന്നുള്ള, അത് ആക്ച്വലി എനിക്ക് ഭയങ്കര രസമായിരുന്നു സൂപ്പർമാൻ. അതുകൊണ്ട് സൂപ്പർമാൻ തിയേറ്ററിൽ കണ്ട സമയത്ത് പിന്നെ അതിന്റെ റേഷ്യോ, കാരണം അത് മറ്റേ ഫ്ലാറ്റ് റേഷ്യോ ആയിരുന്നു നമ്മുടെ നാട്ടിൽ തന്നെ പ്ലേ ചെയ്തത്. എന്നിട്ട് നമ്മുടെ തിയേറ്ററുകാർ ഫസ്റ്റ് ഹാഫ് ഫുൾ അത് സ്കെയിൽ ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ ഞാൻ ഇതിന്റെ റേഷ്യോ ഫ്ലാറ്റ് റേഷ്യോ ആണെന്ന് നോക്കുമ്പോൾ ഇടയ്ക്ക് സൂപ്പർമാനെ തലേ കണ്ണം കട്ടായിപ്പോൾ ഞങ്ങൾ ഇൻട്രോയിലായപ്പോൾ തിയേറ്ററിൽ ചെന്ന് ചോദിച്ചു, ചേട്ടാ ഇതെന്താ കാര്യങ്ങളൊക്കെ നിങ്ങൾ അടുത്ത് കണ്ടു? അപ്പോൾ അവർ പറയാം അതൊരു വിഷ്വൽ ഇമ്പാക്റ്റിന് വേണ്ടി നമ്മൾ സൂം ചെയ്ത് വെച്ചത്. ഞാൻ പറഞ്ഞു ചേട്ടാ അത് ഫ്ലാറ്റ് റേഷ്യോ ആണ്. അപ്പം മറ്റേ നമ്മുടെ സ്കോപ്പിലുള്ള തിയേറ്ററിൽ വരുമ്പോഴത്തേക്ക് രണ്ട് സൈഡിലും വലിയ ബ്ലാക്ക് ബാർ വരും.
ഇവര് സ്ക്രീൻ ഫുള്ള് നിറഞ്ഞിരിക്കട്ടെന്ന് വെച്ചിട്ട് ഇവര് സൂം ചെയ്ത് വെച്ചു എന്റെ മുന്നേറ്റ ആവശ്യത്തിന് വിഷ്വൽ ഇമ്പാക്ട് അവര് ഓടികൾ മുളക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് സാധിച്ച ഇടയ്ക്ക് ക്യാരക്ടേഴ്സിനെ ഇവർ പ്രോപ്പറായിട്ട് ഫ്രെയിം ചെയ്തു. ഇവർ ഫുൾ ഫ്ലാറ്റ് റേഷ്യോ ആ റേഞ്ചിലല്ലേ ഫ്രെയിം ചെയ്യുന്നത്, റീഫ്രെയിം ചെയ്യുന്നില്ലല്ലോ ഇവര്. ഇത് തിയേറ്ററുകാർ സൂം ചെയ്ത് വെച്ചുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഹാഫ് ഫുള്ള് സൂപ്പർമാൻ മിക്ക സീനിലും പുള്ളിയുടെ ഇത്രയേ ഉള്ളൂ, ഇങ്ങനെ മൂക്കിന്റെ ഇവിടെ ആവട്ടെ, കണ്ണൊന്നും കാണത്തില്ല. അഭിനയ മുഹൂർത്തങ്ങൾ ആൾക്കാർ പലരും ഇത് ഇങ്ങനെ ഒരു അസ്തരായിരുന്നു. ആരും പോയി ചോദിച്ചത് ഇന്റർവ്യൂ എങ്ങനെയാണെന്ന് ചോദിച്ചു. നമുക്ക് അറിയാവുന്ന ആളായിരുന്നു മറ്റേ തിയേറ്ററിന്റെ മാനേജർ. പുള്ളിയോട് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡ് ഹാഫ് മുതലാണ് ഫുൾ ഫ്ലാറ്റ് റേഷ്യോയിൽ നമ്മൾ കണ്ടത് പടം. പോട്ടെ, ഇംഗ്ലീഷ് സിനിമ നശിക്കട്ടെ, വിഷ്വൽ ഇമ്പാക്ട് പോട്ടെ. അതെ. പക്ഷെ ഇത് ആക്ച്വലി ഇതിന് ആ റേഷ്യോ ഉണ്ടെന്നാണ് ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷെ നമ്മളിവിടെ കണ്ടത് സ്കോപ്പ് വേർഷനാണ്. പക്ഷെ എനിക്ക് സിനിമ തുടങ്ങുമ്പം എന്തോ ഒരു രസമുള്ള ഒരു കഥയിലേക്കാണ് ഇത് പോകുന്നതെന്ന് തോന്നുന്നു. അതിനൊരു സെറ്റിംഗ് ഇതുണ്ടല്ലോ, ജോൺ വിക്ക്. മറ്റേ ആ കൊച്ചു ഞാനത് പിന്നീട് ഇങ്ങനെ ആലോചിച്ചു, ഇവന്മാര് ഈ കൊച്ചുങ്ങളെ എടുത്ത് എന്തോ വുമൺലെസ് ലാൻഡ് എന്തോ ഉണ്ടാക്കുന്നു. പക്ഷെ അതിന്റെ ഒരു ക്ലാരിറ്റി ഇല്ല. വില്ലന്മാരുടെ പരിപാടി അതിനെപ്പറ്റി പറയുന്നില്ല, അതിങ്ങനെ ജസ്റ്റ് പറയുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ പെൺകൊച്ചിനെ ഇവിടെ പോകുന്നു, ഇവിടെ കൊല്ലാൻ വന്നതെന്ന് അറിഞ്ഞ് വില്ലൻ പിടിച്ചു മറ്റേ ഇന്നത്തെ കിട്ടിരിക്കുക. എന്നിട്ട് ഇവിടെ കൊല്ലാനാണ്. എനിക്ക് മനസ്സിലായി ഇതിന്റെ പർപ്പസ് മനസ്സിലാവുന്നില്ല, എങ്ങോട്ടാ ഈ പടം, എന്താണ് നമ്മുടെ ത്രെറ്റ് എന്ന് മനസ്സിലാവുന്നില്ല. അതായത് വില്ലന്മാർ വരുന്നു, ഇവരുടെ സാധനങ്ങൾ മോഷ്ടിച്ചോണ്ട് പോകുന്നു, ആയുധങ്ങൾ മോഷ്ടിച്ചോണ്ട് പോകുന്നു. അങ്ങനെ നായികയുടെ വില്ലന്മാർ വില്ലത്തരം ചെയ്യുന്നുള്ളതിൽ ജനറിക് വില്ലന്മാര് എന്താ വില്ലനായത്, ഞാൻ വില്ലനാടാ എന്ന് പറയുന്നതുകൊണ്ട്. അതെ, പിന്നെ എന്റെ പണി ഇതാ. ഇന്ന് ഹോളിവുഡ് സിനിമയിൽ വില്ലന്മാരെ എഴുതുമ്പോൾ ഉള്ള ട്രോപ്സ് ഇല്ല. അതായത് റഷ്യൻ ആക്സെന്റിലാണ് സംസാരിക്കുന്നത്. ഐ വിൽ ഐ ടെൽ യു ജോക്ക്, ആ ലൈനിൽ സംസാരിക്കുന്നു. പിന്നെ ഈ പറയുന്ന പോലെ വുമൺലെസ് ലാൻഡ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ഒരു ടോക്സിക് മാൻ, അതാണ് നമ്മുടെ വില്ലൻ. ടോക്സിക് മാനാണ് ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് വില്ലൻ അവരുടെ. ലുക്ക് എനിക്ക് ഇഷ്ടപ്പെടും, ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെ അത് ഇടയ്ക്ക് ഇരിക്കുമ്പോഴത്തേക്ക് അത് പറ്റിയിരിക്കുന്നത്. പക്ഷെ പിന്നീട് നോക്കുമ്പോൾ പുള്ളിയോടെ ഉണ്ട്. അതെന്താ എനിക്ക് മനസ്സിലായത്, എന്താണ് സംഭവം മുളച്ചു വരിക. എനിക്ക് പഴയ മറ്റേ ഡയനത്തിന്റെ പടത്തിൽ മറ്റേ ആ വില്ലനില്ലേ, ഇത് ഒരു മറ്റേ ഡയമണ്ട് ഒക്കെ പൊട്ടിത്തെറിച്ചിട്ട് പുള്ളിയുടെ ഫേസിൽ ഇങ്ങനെ ഡയമണ്ട് ഇങ്ങനെ വന്നിട്ടേ ഇങ്ങനെ ഒരു ഇവിടെ വന്നൊരു ഇരിക്കും ഡയമണ്ട്. അതിങ്ങനെ 3-4 പീസ് ഇവിടെ ഇരിക്കുകയും ചെയ്യും. അതിങ്ങനെ പാസ് ചെയ്തൊരു വരയുണ്ട്. അങ്ങനെ ഡയനത്തിന്റെ വില്ലന്റെ അത് ഭയങ്കര രസം. അന്ന് കണ്ടപ്പോ ഭയങ്കര പഴയൊരു എന്താ ഹൊറർ സിനിമ അല്ലല്ല മറ്റേ ഇത് മനസ്സിലായി എനിക്ക് ചേട്ടനുദ്ദേശിച്ചത്. അങ്ങനെ എന്തോ ഒരു പേരുള്ള ഒരു പടം ഉണ്ട്. അപ്പൊ അതിന്റെ ഒരു വിഷ്വൽ പാലറ്റ് ഭയങ്കര ഡീറ്റെയിൽ വിഷ്വൽസിന് ഫേസിൽ ഇങ്ങനെ ഷിപ്പ് ആണെങ്കിലും വെറൈറ്റി പടമാണ്. അതെടുത്ത് പിന്നീട് ചർച്ച ചെയ്യാൻ പറ്റിയ പടം. അപ്പൊ അതിന്റെ ഒരു ലുക്ക് പോലെ തോന്നുന്നു. പക്ഷേ ഈ പുള്ളി സംസാരിക്കുന്നതും അതിന്റെ രീതികളും ഒക്കെ പ്രത്യേകിച്ച് എന്താണ് പുള്ളിയുടെ പർപ്പസ് എന്ന് മനസ്സിലാവുന്നില്ല. പിന്നെ ഇങ്ങനത്തെ പടങ്ങളെ സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവം ഇതിപ്പോ എനിക്ക് സൂപ്പർമാനിലും തോന്നിയായിരുന്നു. ആക്ഷൻ സീനുകൾ, ഈ ആക്ഷൻ സീനുകൾ അങ്ങനെ എനിക്ക് മെമ്മറബിൾ ആയിട്ടുള്ള ഒന്നും അതിനകത്ത് ഇല്ലായിരുന്നാണ് എൻ്റെ ഓർമ്മ. എന്തെങ്കിലും കൊണ്ടായിരിക്കും, പക്ഷെ ഇതിനകത്ത് തീരെ ഇല്ലായിരുന്നു. ഇതിനകത്ത് മെമ്മറബിൾ ആയിട്ടൊരു ആക്ഷൻ സീൻ എനിക്ക് ക്ലൈമാക്സിൽ മറ്റേ ആ ഒരു സിംഗിൾ ടേക്ക് പോലെ സാധനം വന്ന് ജമ്പ് ഇതുവരെ അതവരെ ആ സ്ലോ മോഷനില് വന്ന് ചാടി ചവിട്ടി തിരിച്ചിങ്ങനെ ആ സാധനം ഉണ്ടല്ലോ. ഇത് ആക്ച്വലി ട്രെയിലറിൽ ഞാൻ കണ്ടു. എനിക്ക് തോന്നുന്നത് ഫ്ലാറ്റ് റേഷ്യോ തന്നെ, കാരണം കുറെ സാധനം കട്ടായി ഉണ്ട്. ഫ്ലാറ്റ് റേഷ്യോ ആണ് ഇത്. സ്കോപ്പിന് വേണ്ടി സെപ്പറേറ്റ് കാരണം 2 വേർഷൻ ഉണ്ട് ഇവിടെ. അല്ല, പുള്ളിക്കാരൻ നിൽക്കുമ്പോൾ പുള്ളിക്കാരൻ ഇവിടുന്ന് കട്ടാകും. അങ്ങനെ ഫ്രെയിം ചെയ്യല് വളരെ കുറവായിരിക്കും അങ്ങനെ. അപ്പൊ ഇത് ആ സീക്വൻസ് ഒക്കെ ആക്ഷന് ഇത് ബാധിച്ചിട്ടുണ്ടാകും. കാരണം ഈ ആക്ഷൻ ഭയങ്കര ക്ലോസാണ്. ഈ 3Dയിൽ ഇത്രയും ക്ലോസിൽ ആക്ഷൻ കാണുന്നത് അത്ര നല്ല സുഖമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് നീ ഈ മാർവലിന്റെ സിനിമകൾ എടുത്ത് നോക്കിയാൽ മതി, അവരുടെ ആക്ഷൻ കുറച്ച് ഡിസ്റ്റൻസിൽ കീപ്പ് ചെയ്യുമാര്. ഇത് 3D ഉദ്ദേശിച്ച് തന്നെ. അപ്പൊ നമുക്ക് ഇങ്ങനെ ഈ പടത്തിന് ഫ്ലാറ്റ് റേഷ്യോ ഉണ്ട്. ഞാനിത് നോക്കി ഫ്ലാറ്റ് റേഷ്യോ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ ഐമാക്സിൽ നമുക്ക് ഐമാക്സിൽ ആ റേഷ്യോ, ഐമാക്സിൽ 3D ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ 3D കാണാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ പോയത്. ഐമാക്സിൽ പോയി കണ്ടാൽ എന്തായാലും മറ്റ് ഇഷ്യൂസ് ഈ ആക്ഷൻ ഇടയ്ക്ക് വെച്ച് ഇന്റർവെല്ലിന് മുമ്പ് ഒരു ആക്ഷൻ ഉണ്ട്. അതിന്റെ എഡിറ്റിങ്ങും കട്ടും ഒക്കെ ഈ കണ്ടിന്യൂറ്റി ഭയങ്കര ഇഷ്യൂ ആയിരുന്നു. അതെനിക്ക് തോന്നുന്നു കുറച്ച് കട്ട് ചെയ്ത് ട്രിം ചെയ്ത പറ്റിയാന്ന് തോന്നുന്നു. അതായത് ഇവിടെ ഒരു സംഭവം തുടങ്ങും, പിന്നെ ജമ്പ് ചെയ്ത് അവിടെ അങ്ങനെ ഒരു സുഖമില്ലാത്ത കുറച്ചധികം കട്ട്സ് ഉണ്ട് ഇതിനകത്ത് എഡിറ്റിങ്. അത് ആക്ഷൻ സീനിനുണ്ട്, അതല്ലാതെ കുറച്ച് നറേഷൻ മറ്റേ അല്ലാത്ത സീൻസിനുണ്ട്. എന്തോ എഡിറ്റ് ചെയ്ത് ഇവര് ശരിയാക്കാൻ ശ്രമിച്ചൊരു മറ്റേ പിള്ളേരെ കൊണ്ടിറക്കുന്നു 3 നേരം വെടിവെച്ചെടുത്തു. നമ്മുടെ ലോബോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ജേസൺ മോമോയുടെ ക്യാരക്ടർ എല്ലാവരും വന്നിട്ട് അപ്പം അത് എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. എന്താണ് നമ്മൾ ഭയങ്കര ഡിറ്റാച്ച്ഡ് ആ സീനൊക്കെ നടക്കുമ്പോഴേ. പക്ഷേ അവിടുന്നാണ് ഈ മെയിൻ സൂപ്പർ ഗേളുടെ ക്യാരക്ടറിന് ഒരു ഷിഫ്റ്റ് ഓഫ് ഇമോഷണൽ ഷിഫ്റ്റ് ഉണ്ടാവേണ്ടത്. പക്ഷെ നമ്മളിങ്ങനെ മാറിയുന്ന എന്തൊക്കെയോ അവിടെ
ആ പറമ്പിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, നമ്മളവിടെ മൈൻഡ് ചെയ്യണ്ടെന്നുള്ള സെറ്റ് മാറി നിൽക്കുന്ന ഒരു ഫീലാണ്. സംബന്ധിച്ചാൽ ഇത് എല്ലാവരും എന്തൊക്കെ ചെയ്യുന്നുണ്ട്, നമുക്കിത് എന്താണ് പരിപാടി എന്നുള്ള അതിനെ. അപ്പം അങ്ങനെ ഒരു മിഡ് സെക്ഷൻ കാരണമാണ് ഈ പടം പൊളിഞ്ഞു പോയെന്ന് തോന്നുന്നു. ലാസ്റ്റ് ഇങ്ങനെ ഒരു റൈസ് ഇല്ല, നമുക്കറിയാം ഇപ്പം രണ്ട് ഇവരുടെ മറ്റേ സ്ക്രീൻ പ്ലേയുടെ മറ്റേ സ്ട്രക്ചർ വൈസ് ആണല്ലോ. സെക്കൻഡ് ആക്ട് ഇവിടെ താഴോട്ട് പോയി ക്യാരക്ടറിൽ പോയിട്ട് ലാസ്റ്റ് ആ ക്യാരക്ടറിന്റെ റൈസ് പിന്നെ വാരിക്കൂട്ടിയിടി. എനിക്ക് ആക്ച്വലി ആ പ്ലാനറ്റിൽ ചെന്നിട്ട് ആ ഗ്രീൻ സംഭവം വർക്കായി. പക്ഷേ ഈ സംഭവം എല്ലാം നമ്മുടെ ഈ നമ്മുടെ ബാറ്റ്മാൻ്റെ തേർഡ് പടമില്ലേ, ഡാർക്ക് നൈറ്റ് റൈസസ്, അതിന് ഒരുപാട് പേർക്കുള്ള കംപ്ലൈൻ്റ് ആണ് കുറേ നേരം ബാറ്റ്മാൻ അല്ല എന്നുള്ളത്. ഇതിനകത്തും സിമിലർ സംഭവമാണ്, കുറേ നേരത്തേക്ക് സൂപ്പർ ഗേൾ ആവുന്നില്ല. അപ്പം ആ വയ്യാതെ കിടക്കുക ഒരു ഗുഹയിൽ വളരെ സൗകര്യപ്രദം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വലിച്ച് എവിടെ കൊണ്ട് ഇട്ടു എന്ന് പറയുന്നേ. ഞാൻ വലിച്ച് വളരെ സേഫ്റ്റി കൊണ്ട് ഇട്ടിട്ടുണ്ട്, തീയൊക്കെ കത്തിച്ചിട്ടുണ്ട്. അങ്ങനെ മനസ്സിലായില്ല, കൊച്ചെല്ലാം ചെയ്തിട്ടുണ്ട്, തീയൊക്കെ ആയിട്ടായിരുന്നു. അതിനകത്ത് ചോദ്യമില്ല, പാറ കുറച്ച് ഉണ്ടായി കാണും. പക്ഷെ അങ്ങനെ സൂപ്പർ ഗേൾ സ്റ്റക്കായി പോകണം. അപ്പൊ അതിന് കണ്ടെത്തിയ സംഭവങ്ങളൊക്കെ ഉള്ളത്, 2 സൺ ഉണ്ട്, ഗ്രീൻ സണ്ണും യെല്ലോ സണ്ണും. അങ്ങനത്തെ കുറച്ച് ഈ വേൾഡ് ഡീറ്റെയിൽ വരുത്താൻ കുറച്ചധികം ശ്രദ്ധിക്കണമെന്ന്. ഡീറ്റെയിൽ വരുത്താൻ കുറച്ചധികം പരിപാടികൾ അവർ ചെയ്തിട്ടുണ്ട്. ഈ കോമൺ ടങ് എന്നാണ് വിളിക്കുന്നത് ഇംഗ്ലീഷിനെ. അതായത് അവര് പരസ്പരം 2 ഭാഷ സംസാരിക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് കോമൺ ടങ് അറിയാമല്ലെന്ന് ചോദിക്കും. അതുപോലെ തന്നെ ഈ ഒരു ദിവസം എന്നവർ പറയാറില്ല, എന്തോ 1 മൂൺ റേസിംഗ് അങ്ങനെ എന്താ പറയുന്നത്. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് 1 മൂൺ റേസിംഗ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറെ ഉദ്ദേശിക്കുന്നത്. അത് 24 മണിക്കൂർ ഉറപ്പുണ്ടോ? കാരണം അല്ല, അവള് മറ്റേ 3 മൂൺ റേസിംഗിന് 72 മണിക്കൂർ മനസ്സിലായി. ശരിയാ, മറ്റേ അത്ര സമയമുള്ള ഈ പട്ടിയെ രക്ഷിക്കാൻ കൊണ്ടുവരണം. ഈസി പരിപാടി എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വെക്കുക. പക്ഷെ ക്ലോക്ക് അല്ലാത്തൊരു ഡിവൈസ് വെക്കുകയും ചെയ്യണം, എന്നാൽ ആളുകൾക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആവും. കാണുമ്പോൾ ക്ലോക്കായിട്ട് തോന്നുന്നു. ഏകദേശം ആ ക്ലോക്കിൽ തന്നെ 3 സൂചി ഉണ്ടല്ലോ. ഇത് അങ്ങനെയല്ല, ഇത് വേറെ രീതിയിലാണ്. അത് ഇങ്ങനത്തെ പടങ്ങൾ ചെയ്യുമ്പോൾ ഈ സ്പേസ് ഒക്കെ ചെയ്യുമ്പോഴേ നമ്മൾ ഒട്ടും കണ്ടിട്ടില്ലാത്ത സാധനമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് ഇൻട്രസ്റ്റിംഗ് ആകും. പക്ഷെ അത് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ കുറേ സമയം എടുക്കും. അതിന് പകരം ഈ പടത്തിൽ അത് പറ്റത്തില്ല. ഈ രണ്ടിന്റെ ഇടയ്ക്ക് നിൽക്കുന്ന കുറച്ച് സാധനങ്ങൾ ചാക്കൊക്കെ ഇട്ട ആളുകളെ തട്ടിക്കൊണ്ട് പോകും. അപ്പോൾ അങ്ങനെ കുറച്ച് അത് പുള്ളിക്കാരി കാണുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്. പക്ഷെ ഇതൊക്കെ മൗണ്ട് ചെയ്തേക്കുന്ന ആ ഒരു സ്ക്രിപ്റ്റ് കുറച്ച് ജനറിക്, നമ്മൾ നോർമൽ സൂപ്പർ ഹീറോ പടത്തിൽ പ്രതീക്ഷിക്കുന്ന പരിപാടികളാണ്. ഒരു കുട്ടി അല്ലെങ്കിൽ ഒരു പട്ടിയൊക്കെ കൂടെ ജോയിൻ ചെയ്യുന്നു. അപ്പോൾ പട്ടി തുറക്കെ കിടപ്പിലായതുകൊണ്ട് കുട്ടി ജോയിൻ ചെയ്യുന്നു. ഞാൻ സൂപ്പർമാൻ കണ്ടിരുന്നപ്പോഴത്തേക്കും ഈ പട്ടി ഇവളുടെ പടത്തിൽ ഭയങ്കര സംഭവമായിരിക്കും, ഇത് നമ്മള് ഫൈറ്റൊക്കെ കാണാന്നൊക്കെ വിചാരിച്ചിരുന്ന പട്ടിയെ ഒരു വെടിവെച്ചിട്ട് തുടങ്ങുന്നത്. അതെനിക്ക് പട്ടിക്ക് വയ്യാതെ കിടക്കുകയാണ്. പട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ആൻഡ്രോയിഡ് എടുക്കാൻ വേണ്ടി പോവാണ്. 3 ദിവസം സമയമുണ്ട്. 3 ദിവസത്തിനുള്ളിൽ എല്ലാം തീർത്ത് ആൻഡ്രോയിഡ് കൊണ്ട് തിരിച്ചു വരണം. അതെ, അതാണ് കഥ പറഞ്ഞു കേട്ടോ, സ്പോയിൽ ചെയ്ത്. ഇതാണ് ആ എന്തോ എന്ന് പറയുന്ന ഒരു സാധനം തപ്പി പോകുന്നതാണ് കഥ. എപ്പോഴും എന്തോ എന്ന് പറയുന്ന കഥ മുമ്പോട്ട് കൊണ്ടുപോകാൻ ഉപയോഗിക്കുന്ന പ്ലോട്ട് ഡിവൈസ്. ഒരു സാധനം മെഗഫിൻ തപ്പി പോകുന്നല്ലേ. അങ്ങനത്തെ ഒരു പരിപാടിയാണ് ഇതിനകത്ത്. ഒരാൾ ഇതിനെ പോകുന്നു, മറ്റേ ആളെ റിവെഞ്ച് എടുക്കാൻ പോകുന്നു. ഇതേ സംഭവം ഈ അടുത്തിടയ്ക്ക് ഏതോ ഒരു പടത്തിലുണ്ടായല്ലോ, ഒരു കൊച്ചു തന്നെ റിവെഞ്ച് എടുക്കാൻ പോകുന്നു. അപ്പം ഇങ്ങനെ ഒരു വലിയ ആളുടെ കൂടെ ലിയോൺ ദ പ്രൊഫഷണൽ ആലോചിച്ച് കഴിഞ്ഞാൽ ജോൺ വിക്കും ലിയോൺ ദ പ്രൊഫഷണൽ എല്ലാത്തിന്റെ ഒരു ടച്ച് ഉണ്ടല്ലോ. പിന്നെ ഒരു വെറൈറ്റി എന്ന് പറഞ്ഞാൽ കൊച്ചിനെ കൊണ്ട് കൊലപാതകം ചെയ്യിച്ചില്ല. അത് ചിലപ്പോൾ കുറേ പേർക്ക് ഇഷ്ടപ്പെടാതിരിക്കാം. കൊച്ചിനെ കൊണ്ട് അത് ചെയ്യിക്കാതെ അവിടെ ഈ സ്പീച്ചൊക്കെ വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു അത് വേറെ എവിടെയെങ്കിലും വെച്ച് ഹാൻഡിൽ ചെയ്താൽ കൊള്ളാരെന്ന് തോന്നിയായിരുന്നു. അത് അവനോടെ കിടക്കുമോ, ഇതെന്ത് നിങ്ങൾ എന്തെങ്കിലും ചെയ്യും. നന്മയുള്ള ഒരു സൂപ്പർ ഗേളാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പറഞ്ഞു കൊടുക്കും, മകളെ നീ ഇത് ചെയ്യരുത്, ഇത് നിന്റെ ലൈഫിനെ മാറ്റിമറിക്കും. അപ്പം അതുകൊണ്ട് അവനെ ഞാൻ കൊല്ലും, എനിക്ക് എന്ത് ഉപകൃതം ചെയ്യാം. പക്ഷേ നീ അത് എന്താ പറയുക, ഒരു ഡീസെന്റ് ഡയറക്ഷൻ ടു ടേക്ക്. അപ്പം എനിക്ക് തോന്നുന്നു ജെയിംസ് ഗണ്ണിന്റെ നന്മയുള്ള DC യൂണിവേഴ്സ് ആണെന്ന് തോന്നുന്നു ഇനി വരാനിരിക്കുന്നത്. എത്ര പടം കഴിയുമ്പോഴാണ് ഇതൊന്ന് പച്ച പിടിക്കുന്നതെന്ന്. അതെ, ഇത് പച്ച പിടിക്കുമോ അതോ 2 പടം കഴിയുമ്പോഴത്തേക്കും അടുത്ത ആള് വീണ്ടും വരും. DC അല്ലെ, ബാറ്റ്മാൻ സെക്കൻഡ് അനൗൺസ് ചെയ്തല്ലോ, മറ്റേ ഇതിലൊന്നും ഇല്ലാത്ത ബാറ്റ്മാൻ. എന്നിട്ട് നമ്മുടെ സാക്ക് സ്നൈഡർ ഇതൊന്നും ഇല്ലാതെ സാക്ക് സ്നൈഡർ ഇതിന്റെ ഇടയ്ക്കൂടെ ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് പോസ്റ്റ് ഇടുന്നുണ്ട്. ഞാൻ കേട്ട കറക്കാമ്പി നെറ്റ്ഫ്ലിക്സുമായിട്ട് പുള്ളിക്കൊരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഈ പുള്ളിയുടെ ജസ്റ്റിസ് ലീഗിനെ നെറ്റ്ഫ്ലിക്സുമായിട്ട് ഇത് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിയുടെ ഇൻസ്റ്റ എടുത്ത് നോക്കിയാൽ പുള്ളി അടുത്ത് കുറച്ചധികം പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു, സംശയം അറിയില്ല എന്താണ്, ഒഫീഷ്യൽ അൺഫണ്ട് ഒന്നുമില്ല. പിന്നെ പടം അത് പറയുന്നതിന് മുമ്പ് 220
ഓക്കെ. പടം കണ്ടിരുന്നപ്പം പറയണമെന്ന് തോന്നിയൊരു സംഭവമാണ്, പടം തുടങ്ങുന്നത് തന്നെ നമ്മുടെ സൂപ്പർമാൻ്റെ മുഖത്ത് മൂത്രമൊഴിച്ചുകൊണ്ടാണ്. ക്രിപ്റ്റോ മൂത്രമൊഴിച്ചു. അപ്പം ഞാൻ ഇതെന്തെങ്കിലും അർത്ഥമാണോ എന്ന് ആലോചിക്കുകയാണ്. സൂപ്പർമാൻ തകർന്നു, ഇനി ആ വഴിക്കല്ല, ഞാൻ എന്തേലും ഒരു സംഗതി അതിൻ്റെ ഉള്ളിലുണ്ടോ എന്ന് ഞാൻ ചിന്തിച്ചു. ലാസ്റ്റ് സൂപ്പർമാൻ വന്നിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് സൂപ്പർമാനെ കുറിച്ച് സൂപ്പർമാൻ അല്ല അതല്ല മറ്റേ പെങ്കൊച്ചു ചോദിക്കില്ല സൂപ്പർമാൻ എങ്ങനെ താങ്കളെ പോലെ റൂഡാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അല്ല പുള്ളി ഒരു പാപ്പട്ടത്തിനാണ്. ആ സെറ്റ് ഓഫ് ഡയലോഗ് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. അതായത് ഓരോരുത്തരുടെ മനസ്സ് വെച്ചാണ് അവരുടെ ഏജ് ഗേജ് ചെയ്യുന്നത്. അതായത് സൂപ്പർമാനൊക്കെ ഏജ് ഉണ്ട് താങ്കൾക്ക്, അതായത് അത്രയും എക്സ്പീരിയൻസിലൂടെ കടന്നു പോയതുകൊണ്ട് സൂപ്പർമാൻ കുറെ കൂടെ നൈവായിട്ടുള്ളൊരു ക്യാരക്ടറാണ്, പുള്ളി ഒന്നും കണ്ടിട്ടില്ല എന്നാണ് പുള്ളിക്കാര്യത്തിൻ്റെ അഭിപ്രായം. അപ്പം അങ്ങനെ കുറച്ച് ഒരു ഐഡിയ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊക്കെ ഒരു ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അവരുടെ കണക്ഷനുമായിട്ട് വലിയ ഇമോഷണൽ അറ്റാച്ച്മെന്റ് ഇല്ലാതെ നമ്മളൊന്നും ശ്രദ്ധിക്കത്തില്ല. സൂപ്പർമാൻ ഇടയ്ക്ക് വീഡിയോ കോൾ ചെയ്യുന്ന സിനിമ കാണാം ഞാൻ. അതെന്തോ ഒരു ഫ്ലാറ്റ് അല്ല, അതൊക്കെ എനിക്കത് കണ്ടപ്പം ജെയിംസ് ഗണ്ണിന്റെ പടത്തിലൊക്കെ സംഭവിക്കും എന്നുള്ള സാധനമാണ്. അല്ല ആ ഐഡിയ അല്ല ഞാൻ പറഞ്ഞ, അതിന്റെ ഷൂട്ട് ആ ഫ്രെയിമേ പുള്ളി ഭയങ്കര വേറൊരു പടത്തിൽ നിൽക്കുന്ന പോലെ, അത് മറ്റേ സൂപ്പർമാൻ്റെ അതേ എനിക്കൊരു പരിപാടി കൊണ്ട് പോയിട്ട് ഇയാളെന്താ ജട്ടിപ്പുറത്തിരിക്കുന്നത് അത് തന്നെ ആ ഡയലോഗ് ഇതിനകത്ത് ചോദിക്കുന്നുണ്ട് സൂപ്പർ ഗേൾ. അതെനിക്ക് അത്ര വർക്കായില്ല. പുള്ളിക്കാരത്ത് വരുന്ന ആ പോഡിന്റെ ഡിസൈനും അതെന്തോ ഒരു മുട്ട പോലത്തെ ഒരു സാധനം അതിനകത്ത് ഇങ്ങനെ കിടന്നാൽ മതി ഇങ്ങനെ. അത് അതിന്റെ നമ്മള് ബാക്കി അതായത് വേൾഡ് വൈഡ് ഇപ്പോഴും മറ്റേ ജെറ്റും പരിപാടികളൊക്കെ ഇട്ടാണ് സാധനങ്ങൾ പോകുന്നത്. അവരെക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് ആണെന്ന് കാണിക്കാനായിരിക്കും. നമ്മളൊരു ബോർഡുണ്ടാക്കിയത് ഉണ്ടപ്പോടായിരുന്നത്. നമ്മൾ പല ബോർഡും ഉണ്ടാക്കും, അത് കാര്യമില്ല. പക്ഷെ അല്ല ഇത്രയും കാശുള്ള ഒരു ബോർഡ് ഉണ്ടാക്കുമ്പോഴേ ഞാൻ അലുമിനിയം ഫോയിലൊക്കെ വെച്ചൊരു മുട്ട ഇത് നമുക്ക് ഉണ്ടാക്കാമല്ലോ എന്നുള്ളൊരു സെറ്റപ്പ് ഉണ്ടായിരുന്നു. അപ്പം അത് അതിൻ്റെ ഡിസൈനൊക്കെ. പിന്നെ ഇതിനകത്ത് ആക്ഷനെ കുറിച്ച് നേരത്തെ പറഞ്ഞത്, ഇനിഷ്യലി ഉള്ള കുറേ ആക്ഷൻ സീൻസ് ഇവർ ഫ്രെയിം ചെയ്യുന്നത് ഓരോ മറവുകളുടെ ഇടയിൽ കൂടെ. അതായത് ആദ്യത്തെ മറ്റൊരു ബസ്സിലുള്ളൊരു ഫൈറ്റ് സീനിലാണ് ആദ്യം പുള്ളിക്കാരത്തെ ഒരു യെല്ലോ സൺ കിട്ടി ഫൈറ്റ് ചെയ്യുന്നത്. അതിപ്പം ഇങ്ങനെ ഫ്രെയിം ചെയ്യുന്ന അകത്തിരുന്ന ആളുകൾ ആ ഇതിൽ കൂടെ നോക്കിയിട്ട് കാണുന്ന രീതി അങ്ങനെ കോൺസ്റ്റന്റ്ലി ഇങ്ങനെ ഇന്റർകട്ട് ചെയ്യും. ആ ആക്ഷൻ നമ്മൾ ഫുള്ള് കാണുന്നില്ല. അപ്പം ഞാൻ മറ്റേ ഗോഡ്സിലൊക്കെ ഉള്ളതല്ല, അടുത്ത ഏതെങ്കിലും ഒരു സീനിൽ ഇത് മൊത്തത്തിൽ കാണിക്കുമെന്ന് വിചാരിച്ച് പിന്നെ മറ്റേ ബാറിലൊരു ഫ്രെയിം ചെയ്തിട്ട് അതെ അപ്പൊ അങ്ങനെ. അപ്പൊ രണ്ടാമത് തോന്നുമ്പോൾ ചേട്ടാ ഇത് രണ്ടാമത്തെ ആക്ഷനും ഇങ്ങനെ ആയിപ്പോയല്ലോ, അടുത്തത് കാണാൻ പറ്റുമായിരിക്കും ഞാൻ. പിന്നെ ക്ലൈമാക്സിൽ ഇങ്ങനെ സ്ലോ മോഷനെ വൃത്തിക്ക് കാണിച്ചിട്ടുണ്ട്, അത് കൊള്ളായിരുന്നു. അപ്പോൾ ഇതാണ് സൂപ്പർ ഗേൾ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. അപ്പോൾ ഇനി പടം കണ്ടാൽ നിങ്ങൾക്ക് എന്താണ് അഭിപ്രായമെന്നും അല്ലെ നിങ്ങളുടെ എന്തെങ്കിലും ഒപ്പീനിയൻ പങ്കുവെക്കാനുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കൂ. അതിനോടൊപ്പം ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യൂ, ഷെയർ ചെയ്യൂ അല്ലേ, പിന്നെ കമന്റ് ചെയ്തു നിങ്ങൾ. അല്ലെങ്കിൽ ഒരു ഡീസന്റ് ജനറിക് പടം, പ്രത്യേകിച്ച് ഒന്നും നമുക്ക് തോന്നത്തില്ല. അതെ, നിർവികാരതയാണ്. അല്ല ഭയങ്കര പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം നമ്മൾ പക്ഷേ ഈ മാർവൽ മോഡ് ഓഫ് ജനറിക് പടത്തിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ്. എന്നാലും നമുക്കിങ്ങനെ പ്രത്യേകിച്ച് പുതുമയുള്ള ഒരു പരിപാടി കണ്ടു, ഇതിന്റെ അടുത്ത് എന്താണ് എന്നുള്ളൊരു ഇതൊന്നുമില്ല, എക്സൈറ്റ്മെന്റ് ഒന്നുമില്ല. ഇവർ അടുത്ത പാർട്ട് ഇറക്കുമ്പോഴും നമ്മൾ ഇതുപോലെ പോയി കാണും. ഏതെങ്കിലും ഒരു പാർട്ട് നമുക്ക് ഏത് പാർട്ട് തൊട്ടാണ് ഈ യൂണിവേഴ്സ് ഒന്ന് പച്ച പിടിക്കുക എന്നുള്ള നമ്മൾ നോക്കിയിരിക്കുകയാണ്. എന്നാണ് സംഭവിക്കുന്നത് നമുക്കറിയത്തില്ല അല്ലേ.